നമസ്തേ. എൻ്റെ പേര് ഡോക്ടർ ഉമാ ഹേമവതി. പാലക്കാടാണ് സ്വദേശം. അവിടെ ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം, അതായത് ബാലരോഗ ചികിത്സ ആയുർവേദത്തിലെ അവിടെ HODയും അസോസിയേറ്റ് പ്രൊഫസറുമായിട്ട് വർക്ക് ചെയ്യുന്നു. ബേസിക്കലി ഞാൻ MD പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്തത് ജനറൽ മെഡിസിനിലാണ്. സോ മെഡിക്കൽ കോളേജിൻ്റെ ഒരു രീതി വെച്ച് നമുക്കിപ്പോൾ സീനിയോറിറ്റി വരുന്നതനുസരിച്ച് അടുത്തടുത്ത നമുക്ക് മദർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതിനോട് അലൈഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ കുട്ടികളുടെ ഇടയിലേക്കുള്ള എൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ച കുറേ വിധി എന്ന് പറയുന്ന പോലെയുള്ളതായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും കുട്ടികളുടെ ഇടയിൽ തന്നെയാണ് എൻ്റെ പ്രവർത്തന മേഖല കോൺസെൻട്രേറ്റഡ് ആയത്. സത്യത്തിൽ ഒരു കുറേ വർഷങ്ങളായിട്ട് എന്ന് പറയാം. സക്ഷമയിലേക്കും ഞാൻ തീർച്ചയായിട്ടും ഏകദേശം ഒരു വർഷമായി ഞാൻ സക്ഷമ എന്ന ഈ ഒരു NGOയുമായിട്ട് ഈ ഒരു വളരെ ഊർജവും അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് അതും കുട്ടികളുടെ ഈ ഒരു ഇതിൽ കൂടെ തന്നെയാണ്. സോ അപ്പോൾ ഇതെല്ലാം വിധിയാണ് എന്നെ ഈ ഒരു കുട്ടികളുടെ മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. വേദകാലഘട്ടം മുതൽക്ക് തന്നെ ഉള്ള ഒരു ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു വൈദ്യശാസ്ത്രം എന്നുള്ളതിലുപരി ജീവശാസ്ത്രമാണ്. കാരണം ആയുസ് അതിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ ആയുസ് നമ്മൾക്ക് തന്നിരിക്കുന്ന ലൈഫിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇംപ്രൂവ്സ് യുവർ ക്വാളിറ്റി. നമ്മളുടെ ആ അറിവ് എപ്പോഴും നല്ലതിന് ഉപകരിക്കുക, പോസിറ്റീവായിട്ട് ഉപകരിക്കപ്പെടുന്ന ഒന്നിനെയാണ് നമ്മൾ കൂടുതലും നമ്മൾ നോളജ് അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആയുസിന്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള കണ്ടിന്യൂവേഷനെ, ആ ഒരു കണ്ടിന്യൂവേഷനെ എന്തൊക്കെ ഘടകങ്ങളാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവശാസ്ത്രമാണ് ആയുർവേദം. ഒരു ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ദ്രവ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇറ്റ് ഇസ് നേച്ചർ സെന്റേർഡ് മെഡിസിൻ. അതുകൊണ്ട് തന്നെ ഋതുചര്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഋതുക്കൾക്കനുസരിച്ച് പോലും എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ വരുന്നു, ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ അനുവർത്തിക്കണം എന്നൊക്കെ പറയുന്നതാണ് ആയുർവേദത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പാഠങ്ങൾ. അപ്പൊ അതിനെ അങ്ങനെ പോലും ഋതുക്കൾക്കനുസൃതമായിട്ടുള്ള ചര്യകൾ പോലും പറഞ്ഞു തരുന്നത്. ദൈനംദിന ചര്യകൾ എല്ലാവർക്കും അറിയാം, അതുമുണ്ട്. അതിനോടൊപ്പം ഈ ഒരു ഋതുഭേദത്തെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള നമുക്കൊരിക്കലും സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. ഒരിക്കലും ആയുർവേദത്തിന്റെ ചികിത്സയെയോ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയോ സാമാന്യവൽക്കരിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഒരു രോഗമാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രോഗമാണെങ്കിൽ പോലും അതിനെ ഇന്ന രോഗത്തിനാണെങ്കിൽ ഇപ്പോൾ 5-6 പേര് ഒരേ രോഗവുമായി വരികയാണെങ്കിൽ 5-6 പേർക്കും ഒരേ മെഡിസിൻ അല്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിരിക്കില്ല നൽകുന്നത്. സോ അത് വ്യക്തിനിഷ്ഠമാണ്, വളരെ അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് ആണ്. ആ വ്യക്തിയുടെ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസിനെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ. അപ്പൊ ആ ഓരോ വ്യക്തിയുടെയും ഡിഫറൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വേണ്ടി വരും, എന്തൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ പേഴ്സൺ സെന്റേർഡ് മെഡിസിൻ ആണ് ഓരോ വ്യക്തിക്കും. അതുകൊണ്ട് നമുക്ക് സാമാന്യമായി ഇതൊക്കെയാണ്, ഈവൻ ഞാൻ ഹോം തെറാപ്പി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നതെങ്കിൽ പോലും അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഞാൻ ആമുഖത്തിൽ തന്നെ പറയട്ടെ. പിന്നെ ഓഫ് കോഴ്സ് ഇന്റഗ്രേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മാനേജ്മെന്റ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതിലും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ്. നമ്മളൊരു തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് നേച്ചർ, നമ്മൾ നർച്ചറിങ് ഫാക്ടേഴ്സ് ഇതെല്ലാം അതിനനുസരിച്ച് മോഡിഫൈ ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. സോ ഇന്റഗ്രേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മാനേജ്മെന്റ്, അത് ഏത് ഘട്ടത്തിലും ഏത് രോഗത്തിലും ഏത് അവസ്ഥയിലും അതങ്ങനെ തന്നെയാണ്. പിന്നെ ആയുർവേദം ഇസ് എ പ്രിവെന്റീവ് ആൻഡ് പ്രെഡിക്റ്റീവ് മെഡിസിൻ. ഇത് ലേണിംഗും കൂടിയും ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് ഓൾവേസ് പ്രിവെന്റീവ്. ആയുർവേദത്തില് നേരത്തെ നമുക്കറിയാം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ്, നമുക്ക് ഒരു തരത്തിൽ അതിന്റെ മൈൻഡ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ, അതിന്റെ ആക്ടിവിറ്റീസ്, ന്യൂറോളജിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് രണ്ടും രണ്ടല്ല. അക്കോർഡിംഗ് ടു ആയുർവേദ മനസ്സും ശരീരവും രണ്ടല്ല. ഈവൻ ദോ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി നമ്മൾ രണ്ടായിട്ട് വിവക്ഷിക്കുമെങ്കിൽ പോലും ആധാരം ആധേയം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ചൂടാക്കിയ കുടത്തിൽ തണുത്ത നെയ്യ് ഒഴിച്ചാലും അത് ചൂടാവും. അതേസമയം തണുത്ത കുടത്തിൽ ചൂടാക്കിയ നെയ്യ് ഒഴിച്ചാലും
കുടം ചൂടാവും, ഈ താപം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇറ്റ് ഈസ് ഈക്വൽ. സോ മനസ്സിനെ ബാധിക്കുന്ന ഇപ്പൊ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സും എല്ലാം അതിൽ തന്നെ വരുന്നതാണ്. മനസ്സിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസും സ്ട്രെസ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയാം, എന്തും അത് ശരീരത്തെയും ബാധിക്കും. അത് ശരീരത്തെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് അപേക്ഷികമായി നിൽക്കുന്നതാണ് ശരീരവും മനസ്സും. സോ മൈൻഡ് ആൻഡ് ബോഡി അത് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ആയുർവേദത്തിന്റെ എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഒരിക്കലും ഇറ്റ്സ് നോട്ട് ഓൺലി ഇന്റേണൽ മെഡിസിൻ, അതിനോടൊപ്പം തന്നെ ഉള്ളതാണ് ഇന്റേണൽ മെഡിസിൻസും തെറാപ്പീസും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. യുക്തിവെപ്പാശ്രം, യുക്തിക്കനുസരിച്ച് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ സൈക്കോ തെറാപ്പീസ് ആണ്. പിന്നീട് പറയുന്നത് എനർജി ബേസ്ഡ്, നമ്മുടെ മനസ്സിനെ സാന്ത്വനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വരുന്നതാണ്. സോ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ മാത്രമാണ് ദാറ്റ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമാണ് നമുക്കൊരു പരിപൂർണമായ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ ഏത് അവസ്ഥയിലും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീനോടൈപ്പ് എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്നുള്ളതിനേക്കാൾ ഫീനോടൈപ്പ്, നമ്മുടെ എക്സ്പ്രഷൻസ്, ഫിസിക്കൽ എക്സ്പ്രഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ കൂടുതലും ട്രീറ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമാന്യവൽക്കരണമില്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, ആഹാരമാണ്, ചര്യകളാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഈ പ്രിവെന്റീവായിട്ട് കുട്ടിയുടെ ആണെങ്കിൽ ഒരു രോഗം അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥയെ എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളതിന് കുറേ അധികം കാര്യങ്ങൾ ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ വിവക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രീ കൺസെപ്ഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷണൽ എന്താ പറയാ, നമ്മൾ എന്തൊക്കെയാണ് ബിഫോർ കൺസെപ്ഷൻ ഇറ്റ്സെൽഫ്, അപ്പൊ തന്നെ ബിഫോർ കൺസീവിങ് ഇറ്റ്സെൽഫ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതിലെല്ലാം അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മളിപ്പോ സാധാരണയായി ചിന്തിക്കുന്ന എന്തൊക്കെയാണ്, വേറെ ഒന്നും നേരത്തെ പറഞ്ഞ ജാതകം നോക്കും, അല്ലെങ്കിൽ ഏറിപ്പോയാൽ നമ്മൾ HIV ടെസ്റ്റോ അങ്ങനെ വിദേശങ്ങളിലെല്ലാം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ബട്ട് ഹിയർ വി ഹാവ് ടോൾഡ് അബൌട്ട് സം അതർ തിങ്സ് ലൈക്ക് അതുല്യ ഗോത്രം എന്നൊക്കെ പറയും. അതായത് ഒരേ ഗോത്രത്തിലുള്ള ആൾക്കാർ മാരേജ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതൊരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയാറുണ്ട്. അതാണ് കൺസാങ്വിനിറ്റി ചെക്ക്. അത് നമുക്കറിയാം, ഓട്ടോ റെസസീവ് ആയിട്ടുള്ള പല ഡിസോർഡേഴ്സും ഇതിൽ നിന്ന് വരുന്നതാണ്. സോ അതുല്യ ഗോത്രം ഇറ്റ് ഇസ് ഗിവൺ വെരി മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ആയുർവേദിക് ടെക്സ്റ്റ്. സോ അങ്ങനെയുള്ള മാരേജസ് ഇത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല, പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് ഡെയിലി റെജിമെൻ ആൻഡ് സീസണൽ റെജിമെൻ. ഡെയിലി റെജിമെൻ ദിനവും നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മളുടെ എന്താ പറയുക, രാവിലെ എണീക്കുന്ന സമയം ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി റൊട്ടീൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആൻഡ് സീസണൽ റെജിമെൻ. പ്രീ കൺസെപ്ഷണൽ എന്ന് പറയുമ്പോൾ നമുക്കതിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കൺസാങ്വിനിറ്റി, അതിന്റെ അതുല്യ ഗോത്രം ഒക്കെ നോക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ the person who are about to become the parents, who are planning to become parents, അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. How even biopurification also is suggested. അങ്ങനെയുള്ള ബയോപ്യൂരിഫിക്കേഷൻ പറയുന്നുണ്ട്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെ ആയിരിക്കണം, ലൈക്ക് സെസം ഓയിൽ ഈസ് റെക്കമെൻഡഡ് ഫോർ ലേഡീസ്, തിലതൈലം അല്ലെങ്കിൽ എള്ളെണ്ണ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതിനെല്ലാം when there are lot of research being done on such areas, ഇതിനെല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇൻ ഫർദർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റുമായി ഇതിനെല്ലാം റിലേഷൻ ഉണ്ടെന്ന് ഇറ്റ് ഇസ് ബീങ് പ്രൂവ്ഡ്. കുട്ടിയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഓരോ മാസാനുമാസികമായിട്ടുള്ള ഗർഭവൃദ്ധിക്ക് അനുസൃതമായിട്ടുള്ള ആഹാരവിധികളാണ് ഇതിൽ പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിന്നീടുള്ള ഒരു ഹെൽത്തിന് വേണ്ടി പറയുന്നതാണ്. പിന്നെ പറയുന്നതാണ് ദൗഹൃദം, രണ്ട് ഹൃദയം എന്നുള്ളതാണ് പറയുന്നത്. ദൗഹൃദം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു അമ്മയാവാൻ പോകുന്ന ആളുടെ ഫ്രം ഫോർത്ത് മന്തിലാണ് നമ്മൾ ദൗഹൃദം എന്ന് പറയുന്നത്. ആ മാസം 2 ഹൃദയം ഉണ്ടെന്നാണ് പറയുന്നത്. ബിക്കോസ് എക്സ്പ്രഷൻസ് ആ ഫീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ എംബ്രിയോയുടെ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ അമ്മയിൽ കൂടെ പ്രകടമാവും. ആൻഡ് വിച്ച് ഇസ് വെരി റെലവെന്റ് വെൻ മോഡേൺ ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. കാരണം ഒരു ന്യൂറോണൽ ഡെവലപ്മെന്റും അതെല്ലാം വരുന്ന മൈലിൻ ഷീത്തിന്റെ ഡെവലപ്മെന്റും ഒക്കെ വരുന്ന ഒരു മന്തിലാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ട്സ് ഇൻ ദാറ്റ് മന്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് കുറയ്ക്കുക, അമ്മയ്ക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക, എല്ലാം വരുന്നതാണ് ഫുൾഫിൽമെന്റ് ഓഫ് ദൗഹൃദം. And that is desires during pregnancy. അത് വളരെ പ്രായോഗികമായി ചെയ്യേണ്ടതാണ്. Then next one is ഗർഭോപഘാതകര ഭാവം. പേരുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതെല്ലാം സംസ്കൃതമായിട്ടുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടെന്നേ ഉള്ളൂ. Only thing is anything which cause stress,
അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന എല്ലാം തന്നെ ഉപഘാതത്തെ ഉണ്ടാക്കുന്നതാണ്. ഉപഘാതം എന്ന് പറയുന്നത് വിച്ച് കോസസ് ആഘാതം. ആഘാതം ഒരു അടി കിട്ടണ പോലെ, സ്ട്രെസ് ഉണ്ടാക്കണ പോലെ. അത് ശാരീരികമായ അടി മാത്രമല്ല, മാനസികമായ ആഘാതങ്ങളും ഈസ് കമ്മിങ് അണ്ടർ ഗർഭോപഘാതകരഭാവം. നമുക്ക് എന്തൊക്കെയാണ് പ്രിവെൻഷൻ, ഒരു ഡെവലപ്മെന്റിന് വേണ്ടി, കൃത്യമായ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പറയുന്ന ഒരു ഭാഗമാണ്. ബിക്കോസ് ലേണിംഗ് എന്നുള്ളതും കൊണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ ആയുർവേദത്തിൽ 2 ഭാഗങ്ങളാണ്. ഒന്ന്, രോഗം ബാധിച്ച ആൾക്ക് സ്വാസ്ഥ്യത്തെ ഉണ്ടാക്കി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ രോഗം ഉള്ള അവസ്ഥയെ അല്ലെങ്കിൽ ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്കുള്ള ആരോഗ്യത്തെ, നമുക്കുള്ള കേപ്പബിലിറ്റീസിനെ, നമുക്കുള്ള സ്കിൽസിനെ, അതിനെല്ലാം നല്ല രീതിയിൽ, നല്ല എസൻസോടുകൂടി നമുക്ക് എങ്ങനെ സമൂഹത്തിനും വ്യക്തിപരമായും കുടുംബത്തിനും എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സഹായകമായ രീതിയിൽ എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളുടെ പ്രിവെന്റീവ് ആസ്പെക്ട്സ്. നെക്സ്റ്റ് വൺ ഇസ് ക്യൂറേറ്റീവ് ആസ്പെക്ട്സ്. ഈ ക്യൂറേറ്റീവ് ആസ്പെക്ട്സിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇന്റേണൽ മെഡിസിൻസ് വരുന്നുണ്ട്. ഇന്റേണൽ മെഡിസിൻസിൽ പലതരത്തിലുള്ള അറിയാം, ഇഷ്ടംപോലെ മരുന്നുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി ഇൻ വൺ സൈഡ്. പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ മുഖ്യമായ വിഷയമാണ് എക്സ്റ്റേണൽ തെറാപ്പീസ്. പുറമേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ഉപക്രമങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇൻക്ലൂഡിങ് പഞ്ചകർമ്മ. പഞ്ചകർമ്മ എന്ന് പറയുന്ന ബയോ പ്യൂരിഫിക്കേഷൻ ആണ്. പക്ഷേ അതിലെ ചിലത് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ തന്നെ ചെയ്യാൻ പാടില്ല. 1-2 എണ്ണം മാത്രമാണ് നമുക്ക് വീട്ടിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ അത് ഞാൻ വിശദമാക്കുന്നുണ്ട്. ഈ ബയോ പ്യൂരിഫിക്കേഷനും എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് 2ാമത്തെ ഘടകം, നമ്മുടെ തെറാപ്പീസ്. സോ ഇന്റേണൽ മെഡിക്കേഷൻ, തെറാപ്പീസ്. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് രസായനം. രസായനം എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്താ പറയുക, നമ്മളുടെ ധാതു അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെ അല്ലെങ്കിൽ ഉള്ള ക്വാളിറ്റിയെ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും മെഡിസിനൽ ഫോം തന്നെയാണ്. അതിനെ നമ്മൾ രസായനം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, രസായനം എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീടുള്ളത് നിദാന പരിവർജനം. സോ നിദാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ്. നിദാനം ഇസ് കോസ്. ഏത് കാരണങ്ങളെയാണ്. പരിവർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിക്കളയുക. സോ വാട്ട് എവർ ഇസ് കോസിങ് എ പ്രോബ്ലം, നമ്മളുടെ ശരീരത്തിനോ മനസ്സിനോ എന്തൊക്കെയാണോ നമുക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത്, അതിനെ എല്ലാം മാറ്റി നിർത്തുക. ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ദി ക്യൂറേറ്റീവ് ആസ്പെക്ട്. സോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഇന്റേണൽ മെഡിക്കേഷൻ, ഇതെല്ലാം കൂടിയും ചേർന്നാൽ മാത്രമേ ട്രീറ്റ്മെന്റ് ആവുന്നുള്ളൂ. And the last but it's very important, പഥ്യം, ആഹാരം. നമുക്കറിയാം, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി ഞാൻ പറയുന്നുണ്ട്. ആഹാരം എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് മെനി സിംറ്റംസ്, നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആഹാരം ഔഷധത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കറിയാം, ശരീരം എന്ന് പറയുന്നത് ആഹാരത്തിൽ തന്നെ ജന്യമാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഇറ്റ് ഈസ് ടോട്ടലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആഹാരം ദാറ്റ് വി ആർ കൺസ്യൂമിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ വിഷയമാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി. അതിൽ നമുക്കറിയാം, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളൊരു പദം ഇപ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിച്ചു വരുന്ന സൊസൈറ്റിയിൽ സംസാരിച്ച് മുമ്പത്തെക്കാൾ ഉപരി ആൾക്കാർ സംസാരിച്ച് തുടങ്ങുന്ന ഒരു പദമാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ എല്ലാവരും ഒരൊറ്റ എന്താ പറയാ, ഒരു കറക്റ്റ് വേ, ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് വേ എന്നുള്ളതില്ല. ഓരോരുത്തരും നമ്മൾ പറയില്ലേ, ബഹുജനം പലവിധ പ്രകൃതികളാണ്, ഓരോരുത്തരും പല രീതിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആ ഒരു സാമാന്യമായിട്ടുള്ള പ്രകൃതി മാത്രമല്ല, പലവരും പല രീതിയിലാണ് അവർ പെർസീവ് ചെയ്യുന്നത്. അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് പല രീതിയിലാണ് അവർ സമൂഹത്തോട് പ്രതികരിക്കുന്നത്. പല രീതിയിലായിരിക്കും ഡെവലപ്മെന്റ്, പല രീതിയിലായിരിക്കും ആഹാരം ആണെങ്കിലും അവർ കൺസ്യൂം ചെയ്യുക. ചില ആഹാരം ചിലർ കഴിക്കുമ്പോൾ അത് പ്രശ്നമായി വരാറുണ്ട്, ചില ആഹാരം ചിലർക്ക് ഒരു പ്രശ്നവുമില്ല, എന്ത് സംഭവിച്ചാലും. സോ ഇതെല്ലാം ആ ഡിഫറൻസസ് ആണ്, ഓരോരുത്തർക്കും ഓരോന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെയാണ് പ്രകൃതി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയുർവേദം പറയുന്നത്. പ്രകൃതി ഈസ് കുറെ കൂടെ പ്രഡിക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഘടകമാണ്. ഇന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇഫ് വി ആർ ഡൂയിങ് ദാറ്റ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഈ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ട് യു ക്യാൻ ഫർദർ ഇഫ് യു ആർ റിസോർട്ടിങ് ടു സച്ച് തിങ്സ്, ഇന്ന കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് ആണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് എന്നുള്ളതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് ഓൾസോ പ്രെഡിക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിൻ ആണ്. സോ
നമുക്കൊരു നോർമലൈസിങ് അല്ലെങ്കിൽ ഒരു ഫിക്സിങ് ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. സോ ഇതിനനുസരിച്ച് ഇങ്ങനെ വേണം പോവാൻ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ എല്ലാത്തിനെയും ആ ഡിഫറൻസസിനെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി, അതിനെയാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്, അഡ്രസ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂറോ ജനറേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെട്രോജെനിസിറ്റി, ഒരു ഡിഫറൻസ്, അതിനെ നമ്മൾക്ക് എങ്ങനെ അപ്രൂവ് ചെയ്യാം, ആ ക്വാളിറ്റിയെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് amidst of everyone, the so called normal people, അവരുടെ ഇടയിൽ എങ്ങനെ നിൽക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദിസ് കൺസെപ്റ്റ് മുമ്പ് തന്നെ ആയുർവേദത്തിൽ പറയുന്നതാണ്. ആൻഡ് പലതരത്തിലുള്ള ഒരു വൺ സൈസ് ഫിറ്റ് എവിടെയും ആയുർവേദം പറയുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വളരെ വിഭിന്നമാണ്. വൺ സൈസ് ഫിറ്റ് എവിടെയും ഇല്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിനിഷ്ഠമായാണ് എന്തും തന്നെ പറയുന്നത്. അത് അവരുടെ ബ്രെയിനിന്റെ പെർസെപ്ഷൻ ഡിഫറെന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് പല രീതിയിലാണ് ഈ ഡൈവേഴ്സിറ്റി കാണുന്നതെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് ആയുർവേദത്തിൽ പറഞ്ഞു പോകുന്നത്. ഹോം തെറാപ്പി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഒരു സൗകര്യാർത്ഥം ചില ഉപക്രമങ്ങളെ, ചില ചികിത്സാ രീതികളെ, ചില ചര്യകളെയൊക്കെ നമ്മൾ മാറ്റി നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ള തരത്തിലാക്കിയിരിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ഹോം തെറാപ്പി എന്ന പേരിൽ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഗേറ്റ് കീപ്പറാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗേറ്റ് കീപ്പറാണ് ബ്രെയിനിലുള്ളത്. സോ എവ്രിതിങ് വിച്ച് ഇസ് ദർ ഇൻ ദ സർക്കുലേഷൻ, നമ്മുടെ സർക്കുലേഷനിൽ, നമ്മുടെ രക്തത്തിൽ കൂടെ സഞ്ചരിക്കുന്ന എല്ലാം ഈസ് നോട്ട് അബ്സോർബ് ടു ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് അബ്സോർബ്ഡ് ആവുന്നില്ല. ഓക്കെ, അതെല്ലാം ബ്രെയിനിലേക്ക് അബ്സോർബ് ആവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ഘട്ടങ്ങളിൽ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ whoever have such neurological issues, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിലേക്ക് ഇതിന്റെ ഇഫക്റ്റിനെ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തൊക്കെ ആയുർവേദം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ this concept is very relevant. blood brain barrier എന്ന് പറയുന്നത് അതിൽ പണ്ട് ഒരു 80s ഒരു ജർമ്മൻ പേഴ്സൺ ഹു did some experiments, like he injected dye, circulationil dye inject ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും it was not seen that ബ്രെയിനിൽ ആ ഡൈ ചേഞ്ചസ് ഉണ്ടാക്കിയിരുന്നില്ല. അതർവൈസ് എല്ലാ ഓർഗൻസിലും ഡൈ ചേഞ്ച് ഉണ്ടാക്കിയിരുന്നു. സോ അപ്പൊ മനസ്സിലായത് എന്താണ്, സർക്കുലേഷനിൽ കൂടെയുള്ള എല്ലാ കോമ്പൗണ്ട്സും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒരു കാരണവശാലും ബ്രെയിനിലേക്ക് പോകുന്നില്ല. ഒരു സർട്ടൺ മോളിക്കുലാർ സൈസിന് മുകളിലുള്ളത് മാത്രമാണ് ഓക്കെ അവിടെ ബ്ലോക്കായി നിൽക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ നാനോ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ വളരെ പ്രാധാന്യം അർഹിച്ചു വരുന്ന ഒരു കാര്യമാണ്. സോ ഈ ബാരിയർ ഇതിന് ശേഷം ഇതിങ്ങനെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടതിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു 1940s ആ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും again there was a experiment. ആ എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയത് when it is injected to CSF, direct ആയിട്ട് cerebrospinal fluid this dye when it was injected, it was seen that organs ഒന്നും തന്നെ colored ആയില്ല except the brain was colored. So it means that രണ്ടും രണ്ട് entity ആണ്. Of course there are ചില pineal gland പോലെയുള്ള ചില ഭാഗങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഈ ഗേറ്റ് കീപ്പിങ്ങിന്റെ ഉള്ളിൽ. അതൊരു വിൻഡോ പോലെ ആയിരിക്കാം, ഈ ഗേറ്റ് കീപ്പിങ്ങിന്റെ ഉള്ളിൽ വരുന്നില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദി ഏരിയ ഈസ് ആക്ച്വലി സേഫ് ആയിട്ട് ഉള്ളിൽ നിൽക്കുകയാണ്. സോ ഹൗ ക്യാൻ ബി ഈ ഡ്രഗ്സിനെ അല്ലെങ്കിൽ മെഡിസിൻസിനെ, ഈ ദ്രവ്യങ്ങളെ എങ്ങനെ നമുക്ക് ബ്രെയിനിലേക്ക് നമ്മുടെ നെർവ്സിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ആയുർവേദത്തിൽ കൂടുതൽ നമ്മൾ you might have seen തൈലങ്ങളുടെ പ്രയോഗങ്ങൾ കൂടുതലാണ്, ഓയിലി കണ്ടന്റ്, ഓയിൽസിന്റെ പ്രയോഗം കൂടുതലാണ്, നെയ്യുടെ പ്രയോഗം കൂടുതലാണ്, നെയ്യ്, ഘൃതങ്ങള്, ഓക്കെ, ഇതെല്ലാം പ്രയോഗങ്ങൾ കൂടുതലാണ്. സോ ബിക്കോസ് നമ്മൾ ഇതിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ് കൂടുതലായിട്ടും ലിപ്പോസോംസ് അല്ലെങ്കിൽ ഫാറ്റ് അബ്സോർബ്ഡ് ഓയിൽ, ഫാറ്റിൽ അബ്സോർബ്ഡ് ആവുന്ന ദ്രവ്യങ്ങൾ, ഡ്രഗ്സ്, അത് ഈസി ആയിട്ട് ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് ക്യാൻ ക്രോസ് ദിസ് ബാരിയർ, ഈ ഗേറ്റിനെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദർ കംസ് ഈ പറയുന്ന തൈലങ്ങളും ഘൃതങ്ങളും ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അതേസമയം നമ്മളുടെ കൂടുതൽ വളരെ ചെറുതായിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ആക്കിയിട്ടുള്ള ഭസ്മ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിൽ വളരെ ചെറിയ 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 പാർട്ടിക്കിൾസ് ആക്കിയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. സോ ദേ ആർ ഓൾ ക്യാരിഡ് ടു ദ ബ്രെയിൻ. അപ്പോൾ ന്യൂറോളജിക്കലി അതിന് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ when you are administering fat ഉള്ള കണ്ടന്റ് ഉള്ള ലൈക്ക് തൈലം അല്ലെങ്കിൽ എണ്ണയുള്ളത്, നെയ്യുള്ളതൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ കാണുന്നു. So this is the relevance of blood brain barrier.
നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചേതന, നമ്മുടെ ജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശരീരത്തിന്റെ താപം, ശരീരത്തിന്റെ ചൂട്, അല്ലേ? ആ ശരീരത്തിന്റെ ചൂടാണ് ശരീരത്തിന്റെ പരിണാമങ്ങളെ, ശരീരത്തിന്റെ ചേഞ്ചസിനെ. ദിവസവും ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ. ഈ ട്രാൻസ്ഫോർമേഷനെ, ഏത് ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നുണ്ടെങ്കിലും there has to be this അഗ്നി പ്രിൻസിപ്പിൾ. ഒരു ചൂടില്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. ചൂട് കൂടാം കുറയാം, ഈ ചൂട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതെ ഒരു തരത്തിലും പദാർത്ഥങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. എങ്ങനെയാണെങ്കിലും ചൂട് എന്നുള്ളൊരു ഒരു ഒരു ഗുണം, ഒരു ക്വാളിറ്റി അവിടെ വന്നിരിക്കും. സോ അവിടെയാണ് അഗ്നി എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മളുടെ ഓഫ്കോഴ്സ് GIT, നമ്മുടെ ദഹന പചന വ്യവസ്ഥയിൽ ആശ്രിതമായിരിക്കുന്നതാണ് അഗ്നി. whenever there is some deterioration, whenever there is some എന്താ പറയുക കുറഞ്ഞു പോവുക, അഗ്നിയുടെ ക്വാളിറ്റി കുറഞ്ഞു പോവുക, അഗ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോവുക, പല കാരണങ്ങൾ കൊണ്ട്, ആഹാരം മാത്രമല്ല പല നമ്മളുടെ റൊട്ടീൻ തെറ്റുന്നത് കൊണ്ട്, ചിലർക്ക് ജന്മനാലെ പ്രകൃതമായി തന്നെ അഗ്നി കുറഞ്ഞ ഘടകങ്ങളുണ്ട് സഹജമായിട്ടുള്ള രോഗങ്ങളിലുള്ളവർക്ക്. സോ ഇങ്ങനെയുള്ളതിലെല്ലാം തന്നെ അഗ്നി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ നമ്മൾ രോഗം കണ്ടു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ അഗ്നിയുടെ ഒരു ഇൻവോൾവ്മെന്റ് അറ്റ് സം സ്റ്റേജ് ഇറ്റ് ഈസ് ദർ. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലായിരിക്കാം, രോഗം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഘട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു അഗ്നിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു പാത്തോളജി നമുക്ക് കാണാൻ സാധിച്ചിരിക്കും. ഓഫ് കോഴ്സ് ഗട്ട് ബ്രെയിൻ തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ ന്യൂറോളജി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, അതിന്റെ എന്താ പറയുക CNS എല്ലാം കൂടി ചേർന്ന് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം, ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം, അല്ലെ? പക്ഷേ whenever we think of this concept, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ there is one more brain. ഗട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം തന്നെ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ബ്രെയിൻ. ഗട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ, നമ്മുടെ ദഹന പചന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചും റിവേഴ്സ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്റ്റഡ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഗട്ട് ബ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ ഗട്ട് മൈക്രോബയോം. ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞാൽ കുറേ സൂക്ഷ്മ ജീവികൾ, കുറേ എന്താ പറയുക സൂക്ഷ്മ ബാക്ടീരിയ പോലെ, അതുപോലെ പ്രോകാരിയോട്ട് പോലെയുള്ള ജീവാണുക്കൾ, അതെല്ലാം തന്നെ നമ്മുടെ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്, ഈ മൈക്രോബയോം ഉണ്ട്. അത് നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹന പചന വ്യവസ്ഥയിൽ മുഴുവനും അത് അവരുടെ ഇക്കോസിസ്റ്റമാണ്. നമ്മുടെ സ്റ്റൊമക്ക് ആ ഒരു രീതിയിൽ അവരുടെ ഇക്കോസിസ്റ്റമാണ്. അതിനെ എന്ത് മാറ്റം പരിവർത്തനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് അതിൽ കുറേ എന്താ പറയുക ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. RNA ബേസിസ് ചെയ്തതൊക്കെ കുറേ ചർച്ചകളും റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൂവ്ഡ് ദാറ്റ് ഈ ഒരു ഗട്ട് മൈക്രോബയോം whenever it is affected, ചെറിയ തോതിലാണെങ്കിലും അത് അഫക്റ്റഡ് ആവുമ്പോൾ there will be differences, there will be reactions in the behavior, there will be reactions in the immune system. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റാബോളിസത്തിൽ കൂടെ വ്യത്യാസങ്ങൾ വരുന്നതായി കാണുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഓഫ് കോഴ്സ് ചെറിയൊരു ദഹന പചന വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ കോമൺ ആയി കാണാറുണ്ട്, അല്ലേ? ദഹന പചന വ്യവസ്ഥയിൽ ഇറ്റ് ഇസ് നോട്ട് നോർമൽ. ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, ചിലതിന് റിയാക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഗട്ട് ബ്രെയിൻ തിയറി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളുടെ എല്ലാ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ആയുർവേദ ഇറ്റ് ഈസ് അഗ്നി. വെൻ വി ക്യാൻ കോറിലേറ്റ് ദിസ് അഗ്നി ടു ഗട്ട് ബ്രെയിൻ തിയറി, ഇതാണ് അതിന്റെ ഒരു രീതി, അല്ലെങ്കിൽ അതിനെ നമുക്ക് പുതിയൊരു ലാംഗ്വേജിൽ പറഞ്ഞു തരാവുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഹോം തെറാപ്പി, വി ഷുഡ് ഗിവ് സം കെയർ വാട്ട് എവർ വി ക്യാൻ ഡു. എൻ്റെ ഒരു അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആവുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, വെൻ ദേ ഗെറ്റ് അഡ്മിറ്റഡ് ടു ദ ഐ പിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് വളരെ കൃത്യമായി പറയുന്ന റെസ്ട്രിക്ഷൻസോടുകൂടിയും തെറാപ്പികളും എല്ലാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ അവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മെനി ടൈംസ് വി സജസ്റ്റ് സംതിങ് ടു കണ്ടിന്യൂ. ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും
ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് അവിടെ നിർത്തരുത്. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വാട്ട് എവർ ഇസ് ബീങ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടർ അതെല്ലാം നമ്മൾ അത് ഓക്കുപേഷണൽ തെറാപ്പി ഉൾപ്പെടെ എല്ലാ തെറാപ്പികളും ഉൾപ്പെടെ പ്ലസ് സം അതർ തെറാപ്പീസ് വിച്ച് വി ക്യാൻ ഡു ഇൻ ആയുർവേദ ഇതെല്ലാം കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് വി ഷുഡ് കണ്ടിന്യൂ. നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വെൻ വി കണ്ടിന്യൂ ഇറ്റ് വിൽ ഗീവ് ഡബിൾ റിസൾട്ട്. ട്രീറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വയമേവ തീരുമാനിക്കരുത്. ഇതാണ് ഈ കുട്ടിക്ക് ചെയ്യേണ്ടത്, ഇതാണ് ഇന്നതൊക്കെ പറഞ്ഞു, ഇന്നിവിടെ ഞാൻ ഇന്നതൊക്കെ പറഞ്ഞു, അപ്പൊ ഇതൊക്കെ നാളെ മുതൽ ഞാൻ ചെയ്യാൻ പോവാണ് എന്ന് ദയവേത് തീരുമാനിക്കരുത്. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തിനിഷ്ഠമാണ്, വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഈവൻ ദോ ദി തെറാപ്പി മേ ബി ദ സെയിം, പക്ഷെ എത്ര നേരം ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കാം, എന്ത് മെഡിസിൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കാം, ആ തെറാപ്പിക്ക് മുൻപ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഡിഫറെന്റ് ആണ്, അതിനുശേഷം ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. സോ ഒരു ഗൈഡൻസ് എപ്പോഴും ഉണ്ടാവണം. ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു തന്നത് അത് അനുവർത്തിക്കുകയാണ് നമ്മൾ ഹോം തെറാപ്പി എന്നുള്ള പേരിൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മെഡിസിൻസ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഓഫ് കോഴ്സ് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 ഘടകങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഹോം തെറാപ്പി എന്നുള്ള കൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം വളരെ കോമൺ ആണ്, നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന കാലം മുതൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത്. അതൊരു നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഒരു ഇന്നേവിറ്റബിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു പരമ്പരാഗതമായ ശൈലിയായി തന്നെ മാറിക്കഴിഞ്ഞു എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് എത്ര നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അഭ്യംഗം എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണയായി പ്രത്യേകിച്ച് ഒരു റൊട്ടീൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നിയമങ്ങളൊന്നും ഇല്ലാതെ ദിവസവും കുറച്ച് എണ്ണ എടുക്കുന്നു, തേക്കുന്നു, അതിനെ നമുക്ക് അഭ്യംഗം എന്ന് പേര് പറയാമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ തെറാപ്യൂട്ടിക് തിങ്. അതൊരു ഡെയിലി റൊട്ടീനിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതങ്ങനെയല്ല. അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാജാണ്. മസാജ് എന്ന് പറയുമ്പോൾ വളരെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെയുള്ള ദ്രവ്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ്, മുമ്പിലോട്ടും പുറകിലോട്ടും, അതിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഈ മൂവ്മെന്റ്സ് പറയുന്നതിന് പല വ്യത്യാസങ്ങളുണ്ട്. കാരണം റിവേഴ്സ് ആയിട്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്, 2 രീതിയിലും ഒരുപോലെ ചെയ്യുന്നുണ്ട്, നീഡ് ചെയ്യുന്ന മൂവ്മെന്റ്സ് ഉണ്ട്. സോ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭ്യംഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും റിവേഴ്സ് ആയിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ എങ്ങോട്ടാണോ ഹെയറിന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നതാണ് നമ്മൾ അഭ്യംഗം. യൂസിങ് ഓയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയാ സ്ലൈമി ആയിട്ടുള്ള ദ്രവ്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് അഭ്യംഗം. ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൽ വെച്ച് മാത്രമേ എണ്ണ ചൂടാക്കാൻ പാടുള്ളൂ. ചൂടായ എണ്ണയാണ് യു ഹാവ് ടു അപ്ലൈ ചെയ്യുന്നതിന് ഓരോ ഏരിയയിലും ഡിഫറൻസ് ഉണ്ട്. പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് ഡിഫറൻസ് ഉണ്ട്, എത്ര സമയം, പല പൊസിഷൻസും ഒക്കെ ഉണ്ട്, കുറെ വ്യത്യാസങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ദിവസം എണ്ണ തേക്കുന്നതല്ല മസാജ്. ഓക്കെ, അതില് കുറെ വ്യത്യാസങ്ങൾ, കുറെ നിയമങ്ങളോട് കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കിട്ടുന്നത്. സോ ഇത് നമ്മൾ വളരെ ജെന്റിലി, വളരെ സ്ലോലി, സ്പീഡിൽ ഒരു കാരണവശാലും മസാജ് ചെയ്യാൻ പാടില്ല. വളരെ ജെന്റിലായി, വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ലൂക്ക് വാം ആയിരിക്കണം. പിന്നെ തണുത്ത സമയങ്ങളിൽ ഓഫ് കോഴ്സ് നല്ലോണം ചൂടാക്കണം. എൻവയോൺമെന്റിന്റെ ഇതിനവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ ചേഞ്ച് വരുത്തുകയും വേണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പല ചേഞ്ചസ്, പൊസിഷൻസിൽ പല വ്യത്യാസങ്ങളും ഉണ്ട്. പ്രായോഗികമായി ഈ വ്യത്യാസങ്ങൾ നമുക്ക് ഫ്ലെക്സിബിൾ ആകാവുന്നതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല, കമന്ന് കിടക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇരുത്തി എണ്ണ തേക്കും. അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം, അതിൽ മനസ്സിലാവും. പിന്നെ മലർന്ന് കിടന്നിട്ട് സുപ്പൈൻ പൊസിഷനിലൊക്കെ ചെയ്യും. പിന്നെ ഇടതുവശം ചെരിഞ്ഞ്, റൈറ്റ് സൈഡ് ചെരിഞ്ഞ്, ഈ 7 പൊസിഷൻസും മസ്റ്റാണ്. ഈ 7 പൊസിഷൻസിലും മൂവ്മെന്റ് പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ് ഹോൾ ബോഡി ഈ അതിന്റെ ഇഫക്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺ ടു ഹൂം വി ആർ ഡൂയിങ് ദിസ് അഭ്യംഗം. അതിനനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എണ്ണ തേച്ചാൽ സ്നിഗ്ധത വരും അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് അല്ല. അഭ്യംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കിന്നാണ് ഏറ്റവും കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് വിച്ച് ഹാവ് ലോട്ട് ഓഫ് അല്ലെങ്കിൽ ന്യൂറോൺസ്,
കൂടുതൽ സപ്ലൈഡ് ആയിരിക്കുന്ന ഒരു ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സിന്, ഇതിൽ കൂടെ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസിന്, ഇതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ്സിന്, ഇതിനെല്ലാം തന്നെ there are certain effects. അതിനെല്ലാം തന്നെ ചില ഫലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സൂത്തിങ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ് നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാവുന്നത്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ കോർട്ടിക്കൽ ഇതിലെ റീജിയനിലെല്ലാം അത് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. സർക്കുലേഷൻ കൂടുതൽ ട്രിഗേർഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്സോർപ്ഷൻ, ആഗിരണം കൂടുന്നു ഡ്രഗ്സിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി, ഇതിനെല്ലാം തന്നെ എൻഹാൻസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഡ്രെയിനേജ്. വെനസ് ഡ്രെയിനേജ് ആണെങ്കിൽ, ലിംഫാറ്റിക് ഡ്രെയിനേജ് ആണെങ്കിൽ ഈ പ്രഷർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആ ഡ്രെയിനേജ് സിസ്റ്റം, വേസ്റ്റ് പ്രോഡക്ട്സ് ശരീരത്തിൽ കെട്ടിക്കിടക്കാതെ അത് കൃത്യമായ സർക്കുലേഷനിൽ കൂടെ പോയി അത് ഫിൽട്ടേർഡ് ആയി പോകുന്നൊരു, അതിനെ ഒരു എൻഹാൻസ് ചെയ്യുന്ന അവസ്ഥയും കൂടി മസാജിങ്ങിനുണ്ട് അല്ലെങ്കിൽ അഭ്യംഗത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ എണ്ണ തേച്ചില്ല, അതിന്റെ റിസൾട്ട് എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ നിയമങ്ങളുണ്ട് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എല്ലാവർക്കും എണ്ണ തേക്കാൻ പറ്റില്ല. നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ വയറിന് ഇഷ്യൂസ് ഉള്ള സമയത്ത് ഒരു കാരണവശാലും എണ്ണ തേക്കരുത്. എണ്ണ തേക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഫീവർ ഉള്ള കണ്ടീഷൻസ് അത് നമ്മൾ സാമാന്യമായി പാലിക്കുന്നതാണ്. കുറച്ചും കൂടെ ജലദോഷം അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലെയുള്ള ചില കണ്ടീഷൻസിൽ ചെയ്യാൻ പാടില്ല. BP ഉള്ള കണ്ടീഷൻസിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ എണ്ണ തേക്കുന്നതിനോടൊപ്പം അതിന് മുൻപ് നമ്മുടെ തലയിൽ എണ്ണ തേക്കണം എന്നുള്ളതാണ്. അതിന് മൂവ്മെന്റ് ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ സുപ്പൈൻ പൊസിഷൻ. നിവർന്ന് കിടന്ന ആദ്യത്തെ പൊസിഷനാണ്. നിവർന്ന് കിടന്ന് ചെയ്യുന്നു, ലെഫ്റ്റ് ലാറ്ററൽ ആയിട്ട് ചെയ്യുന്നു, ഇടതുവശത്ത് ചെരിഞ്ഞ് കിടന്ന് ചെയ്യുന്നു. വീണ്ടും സിറ്റിംഗ് പൊസിഷൻ, ഇരുന്ന് ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് 3 ഏരിയാസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിരസ്, ശ്രവണം, പാദം. തലയും ചെവിയും പാദത്തിന്റെ ഉൾവശവും, സോൾ. ഈ 3 ഭാഗങ്ങൾ വിട്ടുപോകുന്ന ഏരിയാസ് ആണ് തല തേക്കും, പിന്നെ ചെവിയും പാദവും. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ 3 ഏരിയസ് ആദ്യം കവർ ചെയ്ത് അല്ലെങ്കിൽ എണ്ണ തേച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതാണ് സോളിൽ കൃത്യമായ മൂവ്മെന്റ് നടത്തി ചെയ്യുന്നത്. അമ്മയോ അച്ഛനോ ആരെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബോണ്ടും കൂടിയും അതിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആയിട്ട് വരും. സോ ആ മൂവ്മെന്റും അതിൽ കുറച്ച് നേരം നമ്മൾ പെട്ടെന്ന് എണ്ണ തേച്ച് വിടാതെ ഒരു മിനിമം 20 മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ ഹോം തെറാപ്പി ആയി അഭ്യംഗം ചെയ്യുമ്പോൾ നമ്മൾ മസാജിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. മിനിമം 20 മിനിറ്റ്സ്, വളരെ മിനിമമാണ് ഞാൻ പറയുന്നത്, ആ മൂവ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി. നമ്മുടെ ജോയിൻസിൽ ഒരു കാരണവശാലും താഴേക്ക് മൂവ് ചെയ്യരുത്. ജോയിന്റ്, മുട്ട്, അതുപോലെ നമ്മുടെ എൽബോ, ഇവിടെ എല്ലാം നമ്മൾ മൂവ്മെന്റ് ചെയ്യുമ്പോൾ അത് റൗണ്ട് സർക്കുലർ ആയിട്ട് വേണം, കൈയുടെ മൂവ്മെന്റ് വേണം. അവിടെ ഒരിക്കലും താഴേക്ക് മൂവ്മെന്റ് നടത്താൻ പാടില്ല. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശിരോപിച്ചു അല്ലെങ്കിൽ തളം കണ്ടിട്ടുണ്ടോ? ഇല്ല. രാസ്നാദി തേക്കാറല്ലേ കുളി കഴിഞ്ഞ എല്ലാവരും? അത് നമ്മളുടെ ഒരു രീതിയാണ് അല്ലേ, കുളി കഴിഞ്ഞ രാസ്നാദി തേക്കുക. അതെന്തിനാണ് രാസ്നാദി നമ്മൾ തേക്കുന്നത്? നെറുകയിലാണ് തേക്കുന്നത് അല്ലേ? എന്തിനായിരിക്കും അത്? ആ റീജിയൻ അല്ലെങ്കിൽ തലയുടെ ആ ഒരു ബ്രെഗ്മ എന്ന് പറയുന്നതിന് കൊച്ചു കുഞ്ഞുങ്ങളിൽ 2 വയസ്സ് വരെയുള്ളവരിലാണെങ്കിൽ ആന്റീരിയർ ഫൊണ്ടാന എന്നൊക്കെ പറയും. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ കൂടുതലായിട്ടും ഡ്രഗ് അബ്സോർപ്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ശിരോപിച്ചു അല്ലെങ്കിൽ തളം എന്ന് പറയുന്നത് ആ ബ്രെഗ്മയിലാണ് നമ്മൾ മെഡിസിൻസ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ പിച്ചു എന്ന് പറയുന്നത് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ നമ്മൾ എണ്ണ ഇമ്മേഴ്സ് ചെയ്യും. ഒന്നെങ്കിൽ ഇമ്മേഴ്സ് ചെയ്ത് ബ്രെഗ്മയിൽ വെക്കുക, നമ്മുടെ വെർട്ടെക്സിൽ വെക്കുക, നെറുകയിൽ വെക്കുക, അല്ലെങ്കിൽ അതവിടെ വെച്ച് നമ്മൾ ഒരു വെസൽ യൂസ് ചെയ്ത് അവിടെ പോർ ചെയ്യുക. ഇതിലേതെങ്കിലും ചെയ്യുന്നതാണ് പിച്ചു എന്ന് പറയുന്നത്. ഇമ്മേഴ്സ് ചെയ്തിട്ട് അത് നമ്മൾ പൊതുവെ രാവിലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിന് ശരിക്കും ലോക്കലായിട്ടുള്ള ഇമ്പാക്റ്റും ദ ഹോൾ സിസ്റ്റമിക് ഇമ്പാക്റ്റും ഉണ്ട്. ഈ പറയുന്ന പിജു എന്ന് പറയുന്നതിന് ഓഫ് കോഴ്സ് ബ്രെയിനിനാണ് എഫക്റ്റ് കൂടുതൽ. അതിൻ്റെ സർക്കുലേഷനും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ശിരോ പിച്ചു നെക്സ്റ്റ് വൺ അതിൽ വരുന്നുണ്ട്. ഇതിനോട് കൂടെ ചേർന്ന് തന്നെ ഇത് ഞാൻ ഒരുമിച്ച് പറയാം. തളം. തളം
ഈ തളം എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ്മേല് തന്നെ ചെയ്യുന്നതാണ്, വെർട്ടെക്സിൽ തന്നെ ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ഇതിപ്പോ കാണിക്കുന്നത് ചില മെഡിസിൻസ് അല്ലെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസ് മറ്റ് ലിക്വിഡുമായി ചേർന്ന്, വിച്ച് ഇസ് ഓൾസോ മെഡിസിനൽ, അതുമായിട്ട് ചേർന്ന് നമ്മൾ വെർട്ടെക്സിൽ ഒരു സർട്ടൺ വലിപ്പത്തിൽ വെക്കുക, കുറച്ച് നേരത്തേക്ക് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വെക്കുക എന്നുള്ളതാണ് തളം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിനെ പല രീതിയിലുമുണ്ട്, പല രീതിയിൽ നമുക്കത് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലാതെ ചില ദ്രവ്യങ്ങളുടെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഈ പൗഡർ വേറെ പൗഡേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. സോ ഇത് പൗഡർ ഏതാണ് മെഡിസിൻ ഏതാണ് എന്നൊക്കെ ഉള്ളത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് വ്യക്തിയാണ്, എന്താണ് കണ്ടീഷൻ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഈ നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് ഏരിയ അതൊക്കെ അവിടെ ആയതുകൊണ്ട് ഇതിന് നമ്മളുടെ സ്പീച്ചിലൊക്കെ വളരെയധികം ചേഞ്ചസ് വരുത്തുന്നതാണ് ഈ തളം അല്ലെങ്കിൽ പിച്ചു എന്ന് പറയുന്നത്. സ്പീച്ച് അബ്നോർമാലിറ്റീസിനൊക്കെ നമ്മൾ ഇന്നവിറ്റബിൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഓഫ് കോഴ്സ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് പിച്ചു, തളം എന്നൊക്കെ. ഇത് നമ്മൾ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീട്ടിൽ പോയി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഇഫക്റ്റ് കിട്ടും. ഇത് ഞാനിപ്പോ പറഞ്ഞത് എങ്ങനെയാണ് കോൾഡ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഒക്കെ തന്നെ ഇവിടെയും ഇത് വേണ്ട ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ചൂട് കൂടുന്ന സമയങ്ങളിൽ ചില എന്താ പറയാ ബ്ലഡിന്റെ ഇംപ്യൂരിറ്റീസ് വരുന്ന കണ്ടീഷൻസ് ഇതിലൊന്നും നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യുന്നില്ല. അത് അഭ്യംഗവും അതേ ഈ പറയുന്ന തളവും പിജുവും ആണെങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ പ്രൊസീജിയർ ആണ് നസ്യം എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? നസ്യം ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ചെയ്തിട്ട് ഓക്കെ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നസ്യം എന്ന് പറയുന്നത്. നസ്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഇൻസ്റ്റിലിംഗ് സർട്ടൺ മെഡിസിൻസ്. അതിന്റെ ഡോസ് വ്യത്യാസമാണ്. എന്ത് തരത്തിലുള്ള മെഡിസിനാണ്? ലിക്വിഡ് ആയിരിക്കും, അത് തൈലമാണോ, അതോ എന്തെങ്കിലും സർട്ടൺ ഡ്രഗ്സിന്റെ ജ്യൂസ് ആണോ? ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതും ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ മെജോറിറ്റി ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മെഡിസിൻ ഈസ് ആക്ച്വലി ഇൻസ്റ്റിൽഡ്. കുറച്ച് വലിയ എമൗണ്ട് ഇൻസ്റ്റിൽ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതല്ലാതെ ചെറിയ എമൗണ്ടിൽ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രതിമർശ നസ്യം എന്നൊക്കെ പറയും. ഓൺലി 2 to 4 drops are being instilled into the both nostrils. അതിന്റെ പൊസിഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കണ്ടീഷൻസിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല. ലൈക്ക് വളരെ കാലമായിട്ടുള്ള സൈനസൈറ്റിസ് ഒക്കെ ഉള്ള കണ്ടീഷൻസിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. whenever this neurodevelopmental issues are associated with സൈനസൈറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസീസസ്, സിസ്റ്റമിക് ഡിസീസസോട് കൂടി ഉള്ള സമയങ്ങളിൽ നമ്മളിത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. സോ നസ്യം എന്ന് പറയുന്നതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വെരി റെലവൻറ്റ്. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് ആണ്. ഓൾഫാക്ടറി നെർവ് ആണെങ്കിലും അത് കുറെ അധികം ഏരിയാസിൽ കവർ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ദ ബ്രെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ മിക്കവാറും ഓയിലാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ആ ഓയില് ഇറ്റ് ഈസ് ഡയറക്ട്ലി അബ്സോർബ്ഡ് ഇൻ ടു ദ ന്യൂറോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് അബ്സോർബ്ഡ് ആവുന്നുണ്ട്. ഫേസിലും തലയിലും ഫോർഹെഡിലും ചെവിയുടെ മുകളിലും ഒക്കെ നമ്മൾ മസാജ് ചെയ്യണം, വേപ്പറൈസ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻ ഇൻസ്റ്റിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആയി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തണുത്ത രീതിയിൽ ഒരിക്കലും ചെയ്യലും. നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് വാമാക്കി ഡയറക്റ്റ് ആയിട്ടുള്ള ഇതിലല്ല, അഗ്നിയിലല്ല, അല്ലാതെ നമ്മൾ വെള്ളത്തിൽ വെച്ച് അതൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നോസിൽ ഇൻസ്റ്റിൽ ചെയ്യുന്നത്. ആ ചെയ്യുന്നതെല്ലാം നമ്മൾ അതിന്റെ ഓയിലും അല്ലെങ്കിൽ എന്താണോ ലിക്വിഡ് യൂസ് ചെയ്യുന്നത് അത് പുറത്ത് ചെവിയിലൊന്നും പോവാതിരിക്കാനാണ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ണ് കെട്ടുന്ന വേറെ ഒന്നിനുമല്ല, ആവി പിടിക്കുമ്പോൾ വേപ്പറൈസ് ചെയ്യുമ്പോൾ കണ്ണ് ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും എക്സ്പോസ്ഡ് ആവാൻ പാടില്ല. ഒരു കാരണവശാലും കണ്ണ് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റിലേക്ക് എക്സ്പോസ് ആവരുത്. അതിനാണ് കണ്ണ് കെട്ടുന്നത്. പിന്നെ കുറേ ക്വാണ്ടിറ്റി ഒഴിക്കുമ്പോഴും പേഷ്യന്റിന്റെ കണ്ണ് കെട്ടാറുണ്ട്. നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഒഴിക്കുമ്പോൾ കാരണം പേഷ്യന്റ് പെട്ടെന്ന് പേടിച്ചു പോകും, സഹകരണം കുറയും. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നമ്മൾക്കതൊന്നും ബാധകമല്ല. ഞാനിത് വളരെ തെറാപ്യൂട്ടിക് ആയി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് നമുക്കിതൊന്നും ബാധകമല്ല. നമ്മൾ വളരെ
ഒന്നോ രണ്ടോ. പിന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അതിന് ഇരുന്ന് തരണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസ് യു ക്യാൻ ജസ്റ്റ് അപ്ലൈ ദാറ്റ് ഓയിൽ ഇൻ ടു ദ നോസ്ട്രൽസ്. അതിനും ഇഫക്റ്റ് ഉണ്ട്. ചെറിയ തോതിലാണെങ്കിൽ പോലും നമ്മൾ ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് വീനോ ചില സമയത്ത് കുട്ടികൾ കോപ്പറേറ്റീവ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒഴിക്കാതെ യു ജസ്റ്റ് അപ്ലൈ ഇറ്റ്. അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിനും ഇറ്റ് ഹാസ് ഗോട്ട് ഇഫക്റ്റ്. തലയുടെ പൊസിഷൻ നോർമൽ സിപ്പൈൻ പൊസിഷനിൽ നിന്ന് കുറച്ച് താഴേക്കായിരിക്കണം. തല ഇങ്ങനെ താഴേക്കായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിന്റെ റൂട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ താഴേക്ക് വരും ആ ഓയിൽ. സോ തല ബാക്കിലേക്ക് വെച്ച് കുറച്ചും കൂടെ നിവർന്നിരുന്ന് വേണം തല ബാക്കിലേക്ക് വെച്ചിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. സോ നസ്യം ഇതാണ്. ഓക്കെ, എന്താണ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് നസ്യത്തിന്റെ പ്രൊസീജിയർ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോർ ചെയ്യുന്നില്ല. ഓൺലി 1 or 2 drops. ഇഫ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ, ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓവർ ദ നോസ്ട്രൽസ്. മെഡിസിൻസ് ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഏതാണ് അതിനനുസരിച്ച് നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് തോന്നും വി ആർ ജസ്റ്റ് ഗാർഗ്ലിംഗ് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഗണ്ടൂഷവും കവളവും തമ്മിൽ. അതായത് നമ്മൾ കുറച്ച് എന്താ പറയാ മൂവ്മെന്റ് ഇല്ലാതെ വായിൽ വിത്ത്ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ആണ് നമ്മൾ ഗണ്ടൂഷം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഡ്രൂളിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ സലൈവേഷൻ ക്ലിയർ ആയിട്ട് അത് പറ്റാതെ ഹൈപ്പർ സലൈവേഷൻ ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ദിസ് is giving or it enhances the muscles inside the oral cavity. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ വിത്ത്ഹോൾഡിംഗ് പവർ വരുന്നുണ്ട്. മസിൽസിനെയാണ് കൂടുതൽ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. So this is all about കബളം and ഗണ്ടൂഷം. പിന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് പ്രൊസീജിയർ ഞാൻ പറയുന്നില്ല. I think but it are very inevitable as far as neurological disorders are concerned. അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ് ശിരോധാര. ആ ഡിസ്റ്റൻസ് പോലും കറക്റ്റ് ആയിരിക്കണം. ആ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴേക്ക് വീഴുന്ന എണ്ണയോ ജലമോ വാട്ടെവർ ഇറ്റ് ഈസ് അതിന്റെ ആ ഫ്രീക്വൻസി പോലും മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ ഹോം തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് നമ്മുടെ കേരളീയമായ പഞ്ചകർമ്മ അല്ലെങ്കിൽ പദ്ധതിയിൽപ്പെടുത്തുന്നതാണ് തലപൊതിച്ചിൽ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതെല്ലാം ന്യൂറോളജിക്കൽ ട്രീറ്റ്മെന്റുകളിൽ ഡിസോർഡേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതെല്ലാം ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണുന്ന പിഴിച്ചിലാണ്. പിന്നെ ഒരു തൊപ്പി പോലെ വെച്ചിരുന്നില്ലേ, അത് ശിരോവസ്തി എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എണ്ണ കെട്ടി നിർത്തുക ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തൊക്കെ അതിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി മച്ച് പ്രൂവൺ ഇൻ ഓർ ഹൈലി ഇഫക്റ്റീവ് ഇൻ ഓൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇൻ ഹോം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താരതമ്യേന പ്രശ്നങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ളതാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ ഓഫ് കോഴ്സ് ഡോക്ടറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈ തരത്തിലുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വി ഹാവ് ടു ടേക്ക് കെയർ എ ലോട്ട് ഇൻ ദ ഡയറ്റ് ദാറ്റ് ഇസ് ഗിവൺ. ആഹാരം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഗട്ട് മൈക്രോബയോം അല്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ തിയറി ഒക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം ചെറിയ ഒരു ഇഷ്യൂ ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം വിൽ ട്രിഗർ ഈവൻ സീസേഴ്സ് പോലും അഗ്രവേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇൻ മൈ ക്ലിനിക്കൽ പ്രാക്ടീസ്. ഇഫ് ദർ ഇസ് എ ഡിസ്റ്റർബൻസ് ഇൻ ദ GIT നമ്മളുടെ സീസേഴ്സ് പോലെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ട്രിഗേർഡ് ആയി കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ആഹാരങ്ങൾ കുറേ അധികമുണ്ട്. ഇൻഫാക്ട് അതൊരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ചില ടോക്സിൻസ് മൈദ പോലെയുള്ള കാര്യങ്ങൾ, മൈദ ഇസ് ടോട്ടലി എന്താ പറയുക ഗ്ലൂട്ടനെ ഒക്കെ കൂട്ടുന്ന ഒരു ആഹാരങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല ഡയറ്റിൽ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ടു കൺക്ലൂഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം വിത്ത് എ കണ്ടിന്യൂറ്റി. എപ്പോഴും ഐ വിൽ സജസ്റ്റ് so that we can accept and promote all types of diverse neurological conditions in the society. നമ്മൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി we should give importance to holistic approach. ഹോളിസ്റ്റിക് ആയിട്ടുള്ള വെസ്റ്റേൺ മെഡിസിൻ ആയിക്കോട്ടെ ഇൻഡിജിനസ് മെഡിസിൻ ആയിക്കോട്ടെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് ആ ഒരു ടോട്ടാലിറ്റിയിൽ വേണം നമ്മളുടെ ജീവിതചര്യയെ രൂപപ്പെടുത്താൻ. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10-14 ദിവസം ചെയ്ത് നിർത്തേണ്ടതല്ല. ആ 14 ദിവസം കഴിഞ്ഞിട്ടും ഇതിനൊരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തുടർച്ച. അതിനെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെ ഇഫ് യു ആർ റിക്വസ്റ്റിംഗ് ദ പേരൻസ് ഓർ വി ആർ കൺവിൻസിംഗ് ദം അത് കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ വി ക്യാൻ ഒബ്സർവ് ദ ചേഞ്ചസ്.
നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ് us understand, accept and celebrate neurodiversity with this holistic approach towards the improved qualitative life. Thank you.